ഒരു ട്രാൻസ് വിമൺ ആണ് എന്ന് പറയാൻ ജാസിക്ക് നടക്കണമെന്നില്ലല്ലോ. ഇല്ല. അപ്പോ ഒരു ട്രാൻസ് വിമൺ എന്ന രീതിയിൽ ഏതൊരു ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ട്രാൻസ് മെൻ ആയിക്കോട്ടെ, ട്രാൻസ് വിമൺ ആയിക്കോട്ടെ, അവർ വന്ന വഴികൾ പലതായിരിക്കും. പക്ഷെ അവർക്ക് എല്ലാവർക്കും പറയാനുള്ള കഥ ഒരുപക്ഷെ ഒരുപോലെ ആയിരിക്കും അല്ലെ. ഇപ്പൊ വീട്ടിലുള്ള പ്രശ്നങ്ങളായിരിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂൾ കോളേജ് കാലഘട്ടത്തായിക്കോട്ടെ, കൂടെ വർക്ക് ചെയ്യുന്ന ഒരേ സിമിലർ ആയിട്ടൊരു കഥയായിരിക്കും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശബ്ദം ഉയർത്താൻ, അതായത് നമ്മൾ അടിച്ചമർത്തപ്പെട്ട് കുറെ കാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ടിരുന്ന ആൾക്കാർക്ക് ശബ്ദം ഉയർത്താൻ പറ്റുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് LGBTQIA+ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. ഇപ്പോൾ കേരളത്തിലും വളരെ ഒരുപാട് പേര് അതിനകത്ത് വരുന്നുണ്ട്, ഒരുപാട് പേര് അതിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ജാസിയുടെ കമ്മ്യൂണിറ്റി ആയിട്ട് പോലും എന്തുകൊണ്ട് അവിടെ ജാസിക്ക് എഗൻസ്റ്റ് ആയിട്ട് ആൾക്കാർ പറയുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ഒത്തൊരുമയുടെ ഒരു പ്രശ്നം എന്തുകൊണ്ട് വരുന്നു? ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഒന്നാമത് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് വെച്ചിട്ടുള്ളൂ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ. എനിക്ക് അങ്ങനെ എല്ലാവരും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഫ്രണ്ട്സ് അല്ല. കാരണം എനിക്ക് ഒരുപാട് പണി കിട്ടിയതിന് ശേഷം ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ വളരെ റെയറായിട്ട് എൻ്റെ കൂടെ 100% ഓക്കെ ആയിട്ട് നിൽക്കുന്നവരെ മാത്രമേ ഞാൻ കോൺടാക്ട് ലൈസിൽ എൻ്റെ ഉള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിലാണെങ്കിലും പലവരൊന്നും എൻ്റെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അല്ല ആയിരുന്നു. ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് പലവരെയും. സ്റ്റിൽ ഇപ്പോഴും അവർ എൻ്റെ അൺഫോളോയിൽ തന്നെ കിടക്കുന്നത്. എനിക്കറിയില്ല എന്താണ് ഇപ്പൊ ഈ ലാസ്റ്റ് കമ്മ്യൂണിറ്റിന്റെ ഒരു പ്രോബ്ലം നടന്ന സമയത്തും ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒട്ടുമിക്ക ഒരു പരിപാടിക്കും കമ്മ്യൂണിറ്റിന്റെ പരിപാടിക്കും പോകുന്ന വ്യക്തിയല്ല.